പപ്പായ തോരൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഒരു ചട്ടി വെച്ച് ചൂടായ ശേഷം അതിലോട്ട് 1 സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായ ശേഷം കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. അതുപോലെ കരിവേപ്പില ഇട്ടുക. കരിവേപ്പില ഒന്ന് വാടി വരുമ്പോൾ അതിലോട്ട് നമ്മൾ ഈ പപ്പായ കുരുമുനാനെരിഞ്ഞ് ഇട്ട് കൊടുത്ത് ഇളക്കി വെക്കുക. നന്നായിട്ട് അടച്ചു വെക്കുക. ഏറ്റവും ചെറു തീയിൽ അടച്ചു വെക്കുക. അത് ആവി തന്നെ ചെറുതായിട്ട് വെന്ത് വരും. ഇടയ്ക്ക് നമുക്ക് കിണ്ടി കൊടുക്കണം. കുറച്ച് വെന്ത ശേഷം നമ്മൾ അതിലോട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് കിണ്ടിയിട്ട് വീണ്ടും അടച്ചു വെക്കുക. അതിൽ ആവി തന്നെ വെള്ളം വരും. നമ്മൾ വെള്ളം ഒഴിക്കരുത്. അപ്പോൾ കുറച്ചുകൂടി വന്ന ശേഷം നമ്മളൊന്ന് കുറച്ച് തേങ്ങ ഒന്ന് ചിരകിയത് അതിലോട്ടിട്ട് ഇളക്കിയിട്ട് കിണ്ടിയിട്ട് വീണ്ടും അടച്ചു വെക്കുക. അപ്പം നല്ലപോലെ വേവ് അതിന് ശേഷം നമ്മൾ പിന്നെ അടയ്ക്കാൻ പാടില്ല. അടപ്പെടുത്ത് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളുത്തുള്ളിയും ജീരകവും ചതച്ചിട്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കിണ്ടിയിട്ട് നമ്മളത് ചെറു തീയിൽ ഡ്രൈ ആക്കി എടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ എരിവ് കൂടുതൽ വേണമെന്നവരുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ടോ. ഓക്കെ, ഞാൻ മുളക് പൊടി ഇടാതെ വെറും പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇന്നലെ ഞാൻ ഒരു പപ്പായ വെച്ചുള്ളൂ. അച്ഛൻ പറഞ്ഞു ഇവിടെ അങ്ങനെ ആരും കഴിക്കത്തില്ല, എനിക്ക് വേണമെങ്കിൽ മാത്രമേ. പക്ഷേ ഒരു പപ്പായ വെച്ചപ്പോൾ എല്ലാവരും കഴിച്ച് ടേസ്റ്റായി വേണമെന്ന് പറഞ്ഞ് ഇന്ന് 3 പപ്പയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അടിപൊളിയല്ലേ? മറ്റൊരു പാചകമായി വീണ്ടും കാണാം നമുക്ക്.